ടീ ദേവന്റെ ദേഷ്യത്തിലൂടെയുള്ള വിളി കേട്ട് അവൾ തല ഉയർത്തി നോക്കി. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിനക്ക് വിശപ്പൊന്നുമില്ലേ? വാ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ഡി, നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? മര്യാദയ്ക്ക് എണീറ്റ് വരാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? എനിക്ക് വിശപ്പില്ല. അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത്? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ അടുത്തെത്തിയതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ചോദിച്ചത് കേട്ടില്ലേ? നിനക്കെന്താ വിശപ്പില്ലാത്തതെന്ന്. ഈ പ്രാവശ്യം കുറച്ച് കണിപ്പിച്ചാണ് അവൻ ചോദിച്ചത്. അവൾ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതും അവൾ അതേപോലെ തന്നെ കട്ടിലിലേക്ക് വീണു. അവളുടെ ദേഹത്തെന്തോ ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ തുറന്ന് അവളൊന്ന് ഞെട്ടി. ദേവേട്ടൻ എന്തിനാ എൻ്റെ മേലെ കയറി കിടക്കുന്നത്? അവൾ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ഡി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വീണാൽ പോരെ, ബാക്കിയുള്ളവരെ പിടിച്ച് വലിക്കുന്നത് എന്തിനാ? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനാണ് അവനെ പിടിച്ച് വലിച്ചതെന്ന്. അത് പിന്നെ ദേവേട്ട, ഞാൻ വീഴാൻ പോയപ്പോൾ. അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു. അവൾ കുതിരി മാറാൻ ശ്രമിക്കുന്നതോറും അവൻ അവളെ പിടിമുറുക്കിയിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ നാവിൽ ചോരയുടെ രുചി അറിഞ്ഞതും അവൻ അവളെ തന്നിൽ നിന്നും മോചിപ്പിച്ചു. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ നിറമിഴിയാലെ അവൾ അവനെ നോക്കുന്നത് കണ്ടു. അവൻ പതിയെ അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര തുടച്ചു. അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കി കാണിച്ചു. പതിയെ അവളുടെ മേത്തു നിന്ന് എഴുന്നേറ്റ് മാറി. നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നോ അതോ ഞാൻ വീണ്ടും? അവൻ ചുണ്ടിൽ തടവിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ വരാം. വന്നാൽ നിനക്ക് കൊള്ളാം. എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തരുത്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി. ചുണ്ടിൽ വെള്ളം വീണപ്പോൾ അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ ചുണ്ടിൽ തൊട്ടു നോക്കി. കുറച്ചു മുമ്പ് നടന്നു ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾ അറിയാതെ പോലും അവനെ നോക്കിയില്ല. അത് അവന് നേരിയ വിഷമമുണ്ടാക്കി. അവൻ പതിയെ തല താഴ്ത്തിയിരുന്നു. പെട്ടെന്നെന്തോ ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കിയപ്പോൾ ചുണ്ടിൽ കൈവച്ച് ദേഷ്യത്തിൽ അവനെ നോക്കുന്ന അമ്മുവിനെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. സോറി, പെട്ടെന്ന് സംഭവിച്ചു പോയതാ. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നേരത്തെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചതിൻ്റെ അടയാളമാണ് ആ ചുണ്ടിലുള്ളത്. വെറുതെ എന്നെ കൊണ്ട് വീണ് ചെയ്യിപ്പിക്കരുത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം നോട്ടം പിൻവലിച്ചു. അവൾ വേഗം കഴിച്ചെണീറ്റ് അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് ഒരു ചിരിയാലെ അവൻ നോക്കി നിന്നു. രാത്രി ഒന്ന് മടിച്ചാണ് അവൾ മുറിയിലേക്ക് പോയത്. മുറിയിലെത്തിയപ്പോൾ അവനവിടെ കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അകത്തുണ്ടെന്ന്. അവൾ വേഗം തന്നെ കട്ടിലിൽ ചെന്ന് ഉറങ്ങുന്ന പോലെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് കേട്ടു. ആഹാ, എൻ്റെ ഭാര്യ ഇത്ര നേരത്തെ ഉറങ്ങിയോ? അതോ ഉറക്കം അഭിനയിച്ച് കിടക്കുവാണോ? അവൻ അവളെ തട്ടി വിളിച്ചു. എന്താ ദേവേട്ട, ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവൾ ഉറക്കച്ചടവ് അഭിനയിച്ചു. ഒന്നുമില്ല, നീ ഉറങ്ങിയോന്ന് നോക്കിയതാ. എൻ്റെ മോൾ ഉറങ്ങിക്കോ. ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിച്ചിടണോ ഉറങ്ങിയോന്ന് ചോദിക്കുന്നത്? അയ്യോ സോറി, ഞാൻ കരുതി നീ വെറുതെ കിടക്കുവാണെന്ന്. എൻ്റെ മോൾ ഉറങ്ങിക്കോ. ശരി. അവൾ അതും പറഞ്ഞ് വീണ്ടും കിടന്നു. ഹാവോ, ഭാഗ്യം, രക്ഷപ്പെട്ടു മനസ്സിൽ പറഞ്ഞു. ദേവൻ പോയി ഡോർ ലോക്ക് ചെയ്ത് റൂമിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് എന്നിട്ട് ടേബിളെല്ലാം ഓണാക്കി കട്ടിൽ കയറി കിടന്നു. എൻ്റെ അമ്മക്കുട്ടി, നിന്റെ ഈ അഭിനയം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഞാൻ കാണിച്ചു തരാട് കുരുപ്പേ, ദേവൻ മനസ്സിൽ പറഞ്ഞു. അവൻ പതിയെ അവൾ കരികിലേക്ക് നീങ്ങിക്കടന്നു. പതിയെ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് കിടത്തി. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. ദേവേട്ട, ഈ കൈയൊന്ന് മാറ്റുമോ? എന്താ? ഞാൻ അങ്ങനെ പിടിച്ചത് നിനക്ക് ഇഷ്ടായില്ലേ? അല്ല, അത് പിന്നെ. ഏത് പിന്നെ? മിണ്ടാണ്ട് കിടന്നുറങ്ങടി. ഇങ്ങനെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ദേവേട്ടനെ കൈയൊന്ന് മാറ്റ്. അതെന്താ നിനക്ക് ഉറക്കം വരാത്തത്? അത് പിന്നെ മനസ്സിലായി. ഞാൻ നിന്നെ കയറി വീണ്ടും ഉമ്മിച്ചാലോ എന്ന് കരുതിയിട്ടല്ലേ? മനസ്സിലായി. അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് കരുതി വന്നതാ. നീ എന്തായാലും അങ്ങനെ ചിന്തിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ഞെട്ടി. അവൻ അവളെ തിരിച്ചു കിടത്തി. അവളുടെ പേടിച്ചേറിൻ്റെ മുഖം കണ്ടതും അവന് ചിരി വന്നു. എൻ്റെ അമ്മോ, നിനക്ക് എന്താ എന്നെ ഇത്രയും പേടി? അത് നിനക്കെന്താടി വിക്കുണ്ടോ? ഇല്ല, പിന്നെന്താ? എന്നെ നിനക്ക് അത്ര പേടിയൊന്നുമില്ല. അതുപോലെ ഇഷ്ടവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇന്ന് ആ താലി അഴിച്ചു വെച്ച് പോകില്ലായിരുന്നു. അവനത് പറഞ്ഞതും അവളുടെ കണ്ണു നിറഞ്ഞു. അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എൻ്റെ അമ്മക്കുട്ടിക്ക് സങ്കടമായോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. അവൾ അവൻ്റെ നെഞ്ചോട് പറ്റി കിടന്നുറങ്ങി. പക്ഷെ അവൻ ഉറങ്ങിയില്ല. ഇളം ചുവപ്പുള്ള അതിരങ്ങളിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ഏറെ നേരം കഴിഞ്ഞ് അമ്മ കണ്ണു തുറന്ന് നോക്കിയതും തന്നെ വിടാതെ നോക്കുന്നു. അവൻ്റെ നീല കണ്ണുകളിൽ അവളുടെ കണ്ണുകൾ കോർത്തിണക്കി. ദേവനൊന്ന് ഉയർന്നു പൊങ്ങി അവൾക്ക് അഭിമുഖമായി കിടന്നു.
കൈകൾ അവളുടെ കഴുത്തിന് പുറകിലൂടെ കൊണ്ടുപോയി മുടിയിൽ അരുമയെ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ ശ്വാസഗതി വർദ്ധിച്ചു വിടാതെ അവൻ്റെ മിഴികൾ കണ്ണുകൾ പതിപ്പിച്ചു. ചുണ്ടുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. മറ്റേത് ലോകത്തായിരുന്നു അമ്മു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ തുടരെ തുടരെ ചുരുളുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. നാവിൽ ചോരയുടെ നനവ് പടർന്നതും അവൻ അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവനിൽ പറ്റിച്ചേർന്ന് കിടന്നു. അവൻ്റെ വിരലുകൾ അവളുടെ ടോപ്പിനിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്ന് ഒരു പേമാരി പോലെ അവൻ അവളിൽ പെയ്തിറങ്ങി. രാവിലെ കണ്ണു തുറന്നപ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ദേവനെ കണ്ടതും അവൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. അവൾ അവൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് പുതുപ്പ് മാറ്റി ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോഴും അവൻ നല്ല ഉറക്കമായിരുന്നു. അവൾ നേരെ അടുക്കളയിൽ പോയി ചായക്ക് വെച്ചു. ദേവേട്ടാ ദേവേട്ടാ ഒന്ന് എഴുന്നേൽക്ക്. എന്താ അമ്മു, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ. ദേവേട്ടാ കിടന്ന് കൊഞ്ചല്ലേ, വേഗം എഴുന്നേറ്റ്. സമയം എന്തായെന്ന് അറിയോ? ഇന്ന് ഹോസ്പിറ്റലിൽ പോവണ്ടേ? അത് അമ്മുക്കുട്ടി, എനിക്ക് നല്ല ക്ഷീണം, ഞാൻ ഇന്ന് പോകുന്നില്ല. അയ്യടാ, മര്യാദക്ക് എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഞാൻ ചായ ഇവിടെ വെക്കുക. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് ചിരിയാലെ അവൻ നോക്കി നിന്നു. പിന്നീടുള്ള ദിനരാത്രങ്ങൾ അവർ പരസ്പരം സ്നേഹിച്ചും വഴക്കടിച്ചും ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ സന്തോഷത്തോടെ കടന്നുപോയി. ദേവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ ലാപ്പിൽ നിന്ന് തലയുയർത്താതെ ചോദിച്ചു. എന്താ? അത് അവളുടെ ഈ വെക്കിയുള്ള സംസാരം കേട്ട് അവൻ ലാപ്പിൽ നിന്ന് തലയുയർത്തി. എന്താ അമ്മു, എന്താന്ന് വെച്ചാൽ പറ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായതും അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്ന് 2 തോളിലും കൈവച്ചു. എന്താ അമ്മു, എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷെ എന്നോട് എന്തെങ്കിലും പറയാൻ നിനക്ക് ഈ മുഖവര വേണോ? എന്താണെന്ന് വെച്ചാൽ പറ. അത് ദേവേട്ടാ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം. വാട്ട്? അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് ഞെട്ടി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.